എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ? ഒളിച്ചോട്ടമല്ലേ? ആളെന്ന് പറഞ്ഞ അയാൾ ആത്മഹത്യ ചെയ്യാൻ പോയിട്ട് അയാളുടെ വൈഫും 3 മക്കളും കൂടെ റൂമിനകത്ത് കയറിയതാണ് വിഷമെടുത്തിട്ട്. വിഷമെടുത്ത് ഇങ്ങനെ കൊടുക്കാൻ അയാൾക്ക് മോന് കൊടുക്കാൻ പേടി. അമ്മ ഇരുന്ന് പറയാ വിഷമായിട്ട് കൊടുക്കണ്ട, ഫുഡിൽ മിക്സ് ചെയ്യാം, ഓപ്ഷൻസ് പറയാം. അപ്പൊ ഈ മോൻ അവിടെ ഒന്ന് ചോദിക്കാം, അച്ഛാ മരിക്കാൻ എത്ര ഓപ്ഷൻ ഉണ്ടെങ്കിൽ ജീവിക്കാൻ ഒരു ഓപ്ഷനും ഇല്ല അച്ഛാ. അയാളെ വിഷമെടുത്ത് കളഞ്ഞു. ജീവിക്കാനും ഉണ്ട് ഓപ്ഷൻ, മരിക്കാൻ ഇത്ര ഓപ്ഷൻ ഉണ്ടെങ്കിൽ അച്ഛാ ജീവിക്കാൻ ഒരു ഓപ്ഷനും ഇല്ല അച്ഛാ. നമുക്ക് മരിക്കണോ? തീർക്കാൻ എളുപ്പമാണേ, ഒളിച്ചോടാനൊക്കെ എളുപ്പമാണ്, എല്ലാവർക്കും പറ്റും. പക്ഷെ ഇത് ജീവിക്കാനും ഫേസ് ചെയ്യാനും മുമ്പോട്ട് പോകാനും ഒക്കെ നമുക്ക് കരുത്ത് വേണമെങ്കിൽ അതിന് വ്യക്തതയോടുകൂടി നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ടൂള് നമ്മുടെ ഉണ്ടാവും. വിഷയത്തെ അതിന്റെ റൂട്ട് കോസിൽ ഇറങ്ങി അത് പരിശോധിച്ച് ഫിക്സ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു മാസ്ക് അങ്ങിട്ട് വിഷയത്തിൽ നിന്ന് ഒളിച്ചോടും. ആ മോൻ അവിടെ ആ പറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ സാധിച്ചത് വ്യക്തമായിട്ട് അവ ഒന്ന് ചിന്തിച്ചോണ്ടാ. അച്ഛാ നിങ്ങൾക്ക് മരിക്കാത്ത 2 ഓപ്ഷൻ ഉണ്ട്, ജീവിക്കാൻ ഒരു ഓപ്ഷനും ഇല്ലേ എന്ന ചോദ്യത്തിൽ ഒരു വളരെ വ്യക്തതയുണ്ട്. ശരിയാണല്ലോ, മരിക്കാൻ എങ്ങനെയാണെങ്കിൽ ജീവിക്കാനും കാണൂലേ കുറച്ച് ഓപ്ഷൻസ്. അയാൾ ഇന്ന് ഇവിടെ ഒരു വലിയ കമ്പനിയിലെ 10-200 സ്റ്റാഫുള്ള വലിയ കമ്പനിയുടെ ഓണറാണ്.